എല്ലാവർക്കും നമസ്കാരം. ട്രിപ്പ് ഓൺ ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി കാഴ്ച കാണാനായിട്ട് പോവുകയാണ്. നമ്മൾ കായലോര കാഴ്ചകളും അതുപോലെ ചീനവലയും അതുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചകളും ഒക്കെയാണ് ഇന്ന് കാണാൻ പോകുന്നത്. കുറച്ച് നാടൻ വിഷ്വൽസാണ്. അതായത് കഴിഞ്ഞ ആഴ്ച ഞങ്ങളിവിടെ രാത്രി വല വീശാനായിട്ട് നമ്മൾ കായൽ ഏരിയ നോക്കി നോക്കി വന്നിരുന്നു കേട്ടോ. പക്ഷേ ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമുക്ക് അവിടെ കയറി അങ്ങനെ വീശാൻ പറ്റത്തില്ല. പക്ഷേ അവിടെ ഇഷ്ടം പോലെ ചീനവലകളുണ്ട്. അവിടുത്തെ രാത്രിയിലത്തെ വിഷ്വൽ ഒരു രക്ഷയില്ലാത്ത വിഷ്വലാണ്, അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ വീശിയൊന്നുമില്ല. രാത്രി ഞങ്ങൾ ഇവിടെ നിന്ന് മൊത്തം ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇപ്പം രാത്രി ഇത് കാണാനായിട്ട് വേറൊരു ലെവലാണ്. പക്ഷെ അന്ന് നമ്മൾ വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടെന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നമ്മൾ യാദൃശ്യമായിട്ട് ഈ വഴി വന്നപ്പോൾ പകൽ നല്ല നീറ്റായിട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ ചീനവലയും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ അത് വീഡിയോയും കൂടെ എടുത്തേക്കാം. അപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ വേമ്പനാട്ട് കായലിൻ്റെ ഒരു തീരമാണ്. അതായത് നമ്മുടെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഇടത് സൈഡിലായിട്ട് വരുന്ന ഏരിയയാണ് കേട്ടോ. ഇവിടെയുള്ള ആളുകൾ മുഴുവനും മീൻപിടുത്തവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ റിസോർട്ടുകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ വരെ നിരനിരയായിട്ട് നമ്മുടെ കായലിലെ ചീനവലയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങ് ദൂരെ കാണുന്ന കണ്ടോ, അതാണ് തണ്ണീർമുക്കം ബണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ കോട്ടയം ജില്ലയും ആലപ്പുഴ ജില്ലയും തമ്മിൽ കണക്ട് ചെയ്യുന്ന തണ്ണീർമുക്കം ബണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കാണുന്നത് മുഴുവനും ഇതുപോലെയുള്ള നമ്മുടെ ചീനവലകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ടുണ്ട് കേട്ടോ. അപ്പം അത് ജസ്റ്റ് നമ്മൾ ക്ലോസ്ഡ് ആണ്. റിസോർട്ടിൻ്റെ പേരും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നല്ലൊരു ആംബിയൻസിലാണ് റിസോർട്ട് ഇരിക്കുന്നത്. നല്ല രസമാണ് അവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് കേട്ടോ. നല്ല കാറ്റാണ് ഇവിടെ. ഈ കായലിൻ്റെ തീരത്ത് അറിയാമല്ലോ, എപ്പോഴും നല്ല കാറ്റായിരിക്കും കേട്ടോ. നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ചീനവലയുടെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇത് രാത്രിയാണ് ഇവരിത് ഓപ്പറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. രാത്രി ഇട്ട് വെക്കും, നേരം വെളുക്കണതിന് മുമ്പ് വെളുപ്പിനെ അത് വലിച്ചു പൊക്കും. ഇപ്പം അതിൽ വലയൊന്നുമില്ല. ഇപ്പം തൽക്കാലത്തേക്ക് അവർ ഇടുന്നില്ലെന്നാണ് തോന്നുന്നത്. കുറച്ചൊക്കെ വലയിലൊന്നും ഇല്ലാണ്ടിരിക്കുകയാണ്. കുറേയൊക്കെ വലയൊക്കെ ചുരുട്ടിക്കയറ്റിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതൊന്നും അവർ ഇടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഏതായാലും ഈ ഒരു ഭാഗത്ത് മുഴുവനും കാണാനുള്ള കാഴ്ചകൾ ഇത് തന്നെയാണ്. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാത്രി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ കാണാൻ ഒരു ഭയങ്കര ഭംഗിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീനവലയുടെ മുകളിലെല്ലാം തന്നെ ലൈറ്റ് തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റെല്ലാം രാത്രി ഇവർ ഓണാക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അപ്പുറേ കാണുന്ന തണ്ണീർമുക്കം ബണ്ടിലും രാത്രി ഫുൾ ലൈറ്റാണ്. അപ്പോൾ എല്ലാ കമ്പവലയിലും ഇതുപോലെ ലൈറ്റ് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ കായലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ലൈറ്റ് കിടക്കുന്ന കാഴ്ച ഒരു അടിപൊളി കാഴ്ചയാണ്. ഇതേ വല വലിക്കാൻ വേണ്ടിയിട്ട് ഇതേ കൂടെ കയറിപ്പോകാൻ വേണ്ടി ഒരു സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ വാർക്ക പോസ്റ്റ് പോലെ തന്നെ ഉള്ള സംഭവം വെച്ചിട്ടാണ് പണിതേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കാലെല്ലാം തന്നെ തടിയാണ്. എങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പോകും. കാര്യം ഇത് കുറേ കാലമായിട്ട് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാത്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കണ്ടിട്ട്. ഇനി അത് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഞാൻ കുറച്ച് ദൂരം കയറിയുള്ളൂ, ഒത്തിരി കയറിയില്ല. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് മൊത്തത്തിലൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് പോകുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പോകും. അപ്പോൾ ഞാൻ വെള്ളത്തിൽ പോലെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ കാണാൻ വലിയ ആഴമൊന്നുമില്ല. പക്ഷേ ഫോണ് മുങ്ങിപ്പോവും. അതുകൊണ്ട് നേരെ നമ്മൾ തിരിച്ചു പോരുവാണ്. പേടിക്കാനുള്ള സംഗതിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കായലിൻ്റെ സൈഡുകളെല്ലാം തന്നെ ഒരുപാട് വെള്ളമുള്ള സ്ഥലമല്ല, ഒത്തിരി ആഴമുള്ള സ്ഥലമല്ല. നമുക്ക് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം. നല്ല മണലാണ്, നമ്മൾ താന്നു പോകത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കായലിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്തോറുമാണ് ആഴം കൂടുന്നത്. പിന്നെ നമ്മുടെ ബോട്ടും അതുപോലെ തന്നെ നമ്മുടെ ബാർജും കാര്യങ്ങളൊക്കെ പോകുന്നത് കൊണ്ട് ആ ഭാഗത്തൊക്കെ നല്ല ആഴമായിരിക്കും. ഏതായാലും ഈ സൈഡിലൊന്നും ഒത്തിരി ആഴമൊന്നുമില്ല. നമുക്ക് ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്യാം. വലിയ ചെമ്മീനെല്ലാം ഇവരടുത്ത് നിൽക്കും. ഈ കമ്പവലയിൽ നമുക്ക് കമ്പവല എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പം കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചെമ്മീനാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ചെറിയ ചെമ്മീനും വലിയ ചെമ്മീനും എല്ലാം ഉണ്ടാവും. പിന്നെ ഇത് ഈ സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ വെയിറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്കുവാണ്. കാര്യം ഇത് ഇത്രയും വെയിറ്റുള്ള സാധനം വലിച്ച് പൊക്കണമെന്നുണ്ടെങ്കിൽ അപ്പുറം ഇപ്പുറം തുല്യ വെയിറ്റിൽ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കയറിന് വലിച്ച് പൊക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്രയും കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് വെയിറ്റ് തൂക്കിയിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ കമ്പവലയുടെയും പുറകിലായിട്ട് ഇതുപോലെ ഇതിൻ്റെ വെയിറ്റ് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തൂക്കിയിട്ടുണ്ടാവും. പിന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ മോട്ടറാണ് കേട്ടോ. മോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായലിൽ പോകാനായിട്ട് പണ്ടൊക്കെ തുഴയായിരുന്നല്ലോ. ഇപ്പോൾ ഇതങ്ങ് വെച്ചിട്ട് ചുമ്മാ പെട്രോൾ അങ്ങ് ഒഴിച്ചിട്ട് ഓടിച്ച് വിട്ടാൽ മതി. ആ പങ്ക് അങ്ങോട്ട് സ്പീഡിൽ കറങ്ങുമ്പോഴത്തേക്കും വെള്ളം നല്ല സ്പീഡിൽ അങ്ങ് പോകും മുമ്പോട്ട്.
പിന്നെ അതിൽ താഴെ കാണുന്ന അത് വെച്ചിട്ട് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും വെള്ളം ലെഫ്റ്റ് റൈറ്റ് തിരിയും. അതാണ് സെറ്റപ്പ്. ഇവിടെ നിന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഒന്നും തന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കാൻ പറ്റില്ല. കാരണം അത്രയും കാറ്റാണ്. കാറ്റിൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയണമൊന്നും തന്നെ കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും തന്നെ വീഡിയോയിൽ കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പിന്നെ നമുക്കിവിടെ ഒരുപാട് വലയും കാര്യങ്ങളും എല്ലാം ഇവിടെ മീൻ പിടിക്കുന്ന ആളുകളെല്ലാം തന്നെ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അവർ വൈകുന്നേരങ്ങളിലാണ് അവർ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. ഈ വലയ്ക്ക് പറയുന്നത് ഒടക്കുവല എന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലും പല പേരായിരിക്കും. ഒടക്കുവല എന്നാണ് ഇതിൻ്റെ പേര്. അതായത് മീൻ ഇതിൽ കയറി കഴിഞ്ഞാൽ ഒരു രീതിയിലും പുറത്തേക്ക് ഇറങ്ങിയല്ല. അതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് നിവർത്തി അങ്ങോട്ട് നമ്മുടെ ആ കയറ് മുകൾ ഭാഗമായിട്ട് അങ്ങ് ഇടും. ബാക്കി താഴേക്ക് തൂങ്ങിക്കിടക്കും. അതിൻ്റെ ആ പച്ച കളറിലുള്ള പൊങ്ങെന്ന് പറയും ആ സാധനം. അതിൻ്റെ മേളിൽ വെള്ളത്തിൻ്റെ മേളിൽ ഇങ്ങനെ കുപ്പി പോലെ എയർ നിൽക്കുന്ന സാധനമായതുകൊണ്ട് അങ്ങനെ ഓപ്പൺ മേളിൽ കിടക്കും. അപ്പം വല അടിയിലേക്ക് തൂങ്ങി കിടക്കും. ഇതിന് പാസ് ചെയ്തുകൊണ്ട് മീൻ കാണാൻ പറ്റത്തില്ല. പാസ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മീൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനകത്തുനിന്ന് പുറത്തിറങ്ങാൻ പറ്റിയില്ല. മീനിൻ്റെ കൊമ്പും ഇതെല്ലാം കൂടി മൊത്തം ഉടക്കി അതിനകത്തിരുന്നുള്ളൂ. പിന്നെ നമ്മൾ വള്ളമായിട്ട് ചെന്നിട്ട് നേരെ എടുത്ത് വള്ളത്തിലേക്ക് ഇട്ടുണ്ടെങ്കിൽ പോകുന്ന മതി. അപ്പോൾ ആ വല നിറച്ച് മീനായിരിക്കും കേട്ടോ. അതിനകത്ത് ഇഷ്ടം പോലെ കരിമീനും അതുപോലെ തന്നെ കൊഞ്ചും ചെമ്മീനും എല്ലാ മീനുകളും ഉണ്ടാവും. ഈ കായലിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ മീനുകളും കിട്ടുന്ന ആ വലയാണ് ഒടക്കുവല. വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സിമ്പിളായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കരയ്ക്ക് നോക്കുമ്പോഴാണ്, വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ അത്യാവശ്യം നല്ല പാടുണ്ട്. വള്ളത്തിൽ നമ്മൾ രാത്രി മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ വെച്ചേക്കും, ചാടി പോകാതിരിക്കണം. കരിമീൻ കിട്ടുമ്പോൾ അതിനകത്ത് വെച്ചു. ഈ വല ഇപ്പോൾ കൊണ്ടുവന്ന് വെച്ചുള്ളൂ. എന്താ ഞാനിവിടെ നിന്ന് എത്ര ഉറക്കെ പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല എന്നുള്ള ഇരിപ്പ് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? കാര്യം അതുപോലെ കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. കാര്യം കായലിലുള്ള കംപ്ലീറ്റ് കാറ്റ് നേരെ കരയിലേക്ക് അടിക്കുന്നതാണ്. ഇവിടെ ആകെ മുഴുവൻ നമ്മുടെ ഈ ചീനവലകളാണ്. കമ്പവല എന്ന് പറയും. ഇവിടെ നോക്കി അങ്ങ് വരെയുണ്ട്. നമ്മൾ ബണ്ടേ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് കാണാൻ പറ്റും. ആ സാധനമാണ് ഇത് മുഴുവനും. ചെമ്മീനും കൊഞ്ചും മറ്റ് കരിമീനും സാധനം എല്ലാം കിട്ടുന്ന സ്ഥലമാണ്. ശരിക്കും നമ്മുടെ വേമ്പനാട്ട് കായലിനെ ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യുക എന്നുള്ളത് ടൂറിസംകാർ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ഈ വലതേ സൈഡിൽ കാണുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ. അത് വർക്കിംഗ് അല്ല, അടഞ്ഞു കിടക്കുവാണ്. കാരണം എനിക്കോടെ ഗസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ അടഞ്ഞു പോയതായിരിക്കാം. ഏതായാലും അങ്ങനെ കുറേ റിസോർട്ടുകൾ ഈ ഭാഗത്തുണ്ട് കേട്ടോ. വർക്കിംഗ് അല്ലാതെ അടഞ്ഞു കിടക്കുന്ന റിസോർട്ടുകൾ. ഏതായാലും കുമരകം ഭാഗത്തൊക്കെ ഒരുപാട് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടൊക്കെ കുറേ എല്ലാം ഇങ്ങനെയെല്ലാം എന്തോരം പൈസയൊക്കെ മുടക്കിയിട്ടാണ് അതെല്ലാം വെറുതെ ആയി പോയത്. ഇത് ഇവിടെ ഈ കാണുന്നത് കടവാണ് കേട്ടോ. കടവെന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് കെട്ടിയിട്ടുള്ള കടവാണ്. ഇവിടെ ഇറങ്ങി നിന്ന് കഴുകാനും തുണി കഴുകാനും വാഷ് ചെയ്യാനും ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇത് ഇവിടെ തുണി കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ. മീൻപിടുത്തക്കാരും സംഭവമൊക്കെയാണ്. ഇത് താഴെ അവരുടെ വള്ളവും അതിൽ മെഷീനൊക്കെ ഇരിപ്പുണ്ട്. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ എഞ്ചിനാണ്, നമ്മൾ പെട്രോൾ എഞ്ചിനാണ്. അതിൽ തന്നെ നമ്മുടെ ബോട്ടിൻ്റെ പങ്ക പോലെ സെറ്റപ്പ് പിടിപ്പിച്ചേക്കണം കേട്ടോ. നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറിപ്പോയി നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. അടുത്തുള്ള സ്ഥലമായിട്ട് നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ട്. ഈ കാണാണ് ഈ റോഡ് കണ്ടോ, കണ്ണൂർക്ക റോഡ് ബണ്ട് വേണ്ട വണ്ടി പോകണുണ്ട്. ഇതൊക്കെ നശിഞ്ഞല്ല, അത്യാവശ്യം നശിഞ്ഞ് കിടക്കുന്ന വള്ളങ്ങളാണ്. കാലങ്ങളായിട്ട് കിടന്നു പോയത്. ഇതൊക്കെ ഇവിടുത്തെ പണിക്കാരുടെയൊക്കെയാണ് കേട്ടോ. ഇവർക്കൊന്നും വലിയ കാര്യമില്ല, വേറെ ഇഷ്ടം പോലെ വള്ളങ്ങളുണ്ടാവും. എന്നാലും പഴയ മീൻപിടുത്ത വള്ളങ്ങളാണ്. മൊത്തം നശിഞ്ഞൊക്കെ പോയി. ഒരു ഡേഞ്ചർ പാലം കണ്ടോ. ഈ പാലത്തിൽ നിന്ന് കയറി നോക്കിയല്ലോ. ഞാൻ കയറും. ഇത് കയറാൻ വേണ്ടിയല്ലോ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ആളുകൾ പോകുന്ന വഴികളാണ് കേട്ടോ. ഇതൊക്കെ വർക്കിംഗ് ആണെന്ന് തോന്നുന്നു. വല കിടപ്പുണ്ട്, പക്ഷേ വല കയറ്റി വെച്ചേക്കുവാണ്, ഇട്ടിട്ടില്ല. അത് രാത്രി മാത്രമേ ഉള്ളൂ, വെളുപ്പിനെ പൊക്കുകയും ചെയ്യും. ആ വെള്ളം കണ്ടോ, നല്ല രസമുണ്ട്, നല്ല ബ്ലൂ കളർ, അടിപൊളി വെള്ളം. അതിൻ്റെ ഒരു വീഡിയോ എടുത്താലോ. ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകാം. പക്ഷേ ഇതൊക്കെ നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ തന്നെയാണ്. അത് അങ്ങോട്ട് ഫുള്ള് കമ്പവലയുടെ ഏരിയയാണ് കേട്ടോ. ഇതുപോലെ പാലങ്ങളുണ്ട് കേട്ടോ. പാലത്തിൽ കൂടെ കയറി നമുക്ക് അങ്ങ് പോവാം. ഇതൊക്കെ വെളുപ്പിനെ വന്ന് ഇഷ്ടംപോലെ മീനുകളൊക്കെ പൊക്കിക്കൊണ്ട് പോകണം സ്പോട്ടുകളാണ് കണ്ടോ. അതൊക്കെ മീൻപിടുത്തക്കാരുടെ കംപ്ലീറ്റ് സ്ഥലങ്ങളാണ്. വലയും വള്ളവും ഇതൊക്കെ തന്നെയാണ് മൊത്തം. നമ്മുടെ കൂടെ വന്ന സന്ധി പോയി നോക്കി. നല്ല കാറ്റാട്ടോ ഇട്ടിരിക്കാനായിട്ട്. നല്ല പുതിയ വെള്ളമാണ് കേട്ടോ. പുതിയ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടിവെള്ളമാണ്. മൊത്തം ഫൈബർ അടിച്ചിട്ടേക്കുക ബോഡി മൊത്തം. എത്ര കാലം വേണേലും കേടുകൂടാണ്ട് കിടന്നോളൂ. അതിനുവേണ്ടിയാണ് ഫൈബർ ഫുള്ള് ചുറ്റണത്. ഫൈബർ അടിക്കുന്നത് പറയും. ഇതൊക്കെ വല ഇടുന്ന കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെളുപ്പിനെ വരണം.
അല്ല വല പൊക്കുന്ന കാഴ്ചകൾ. വെളുപ്പിനെ അവർ പൊക്കും. അപ്പോൾ വെളുപ്പിനെ 3 മണി 4 മണി സമയത്തൊക്കെ ആയിരിക്കും പൊക്കണത്. ഇതേ കൂടെ കയറി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാസ്ക്കാണ്. പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മളിതൊക്കെ കയറിപ്പോകും. നല്ല കരിക്ക് കിടപ്പുണ്ട് കേട്ടോ. വെള്ളവും ഫൈബർ അടിച്ചിട്ടേക്കണ വെള്ളമാണ് കേട്ടോ. ഇത് തടി വെള്ളം, ഇത് ഫൈബർ വെള്ളം. തടി വെള്ളത്തിൽ കുറേ കാലങ്ങൾ കൂടുമ്പോൾ കേടുപാട് വരും, ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന്. പക്ഷേ ഇത് എത്ര കാലം വേണമെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് കിടന്നോളൂ കേട്ടോ. അതാണ് ഫൈബർ അടിച്ചത്. നല്ല വിലയുള്ള പരിപാടിയാണ്, റേറ്റുള്ള പരിപാടിയാണ്. എല്ലാ വെള്ളത്തിലും മെഷീനുണ്ട് കേട്ടോ. കണ്ടോ, അത് ഓടിക്കാനുള്ള സെറ്റപ്പുണ്ട്. ശകലം പെട്രോൾ മതി, വെള്ളം പറക്കും. നല്ല സൂപ്പർ കാറ്റ്, നല്ലൊരു ചിൽഡ് ബിയറും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ അടിപൊളി വൈബായിരിക്കും. അല്ലെങ്കിലും ബിയർ അടിക്കണമെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കായലിൻ്റെ സൈഡിൽ പോയി. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇവിടെ ഒരാൾ ഷാൾ ഇട്ടുകൊണ്ട് കുറേ നേരെ അഭ്യാസം കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരെ ഒരു ഹൗസ് ബോട്ട് കാണാം, ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. സാധാരണ ഈ സമയത്ത് ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് നമ്മുടെ കായലുള്ളതാണ്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിയിട്ട് ഒരെണ്ണം മാത്രമേ കണ്ടുള്ളൂ. ഇനി സൂം ചെയ്ത് ഞാൻ ക്ലാരിറ്റി പോകും കേട്ടോ. ഇത് ഞാൻ ആദ്യം പറഞ്ഞ റിസോർട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ കാണാം. നല്ല ഒരു അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടോ, നല്ലൊരു ആംബിയൻസ് ഉള്ള റിസോർട്ടായിരുന്നു. പാവം അത് ഏതായാലും അടഞ്ഞു കിടക്കുവാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ, ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതുപോലുള്ള നാടൻ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും വീണ്ടും അടിപൊളി വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.